ഹായ്, ഏറ്റവും പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ് അല്ലേ. കാരണം പ്രത്യേകിച്ച് ഞാൻ കണ്ണൂരുകാരനാണ്. ബാംഗ്ലൂർ നിൽക്കുന്നുണ്ടെങ്കിലും ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട് ഫുട്ബോൾ. സ്പോർട്സിൻ്റെ അകത്ത് ഏതൊരു ഇതെടുത്തു കഴിഞ്ഞാലും നമുക്ക് ഫുട്ബോൾ എപ്പോഴും ഒരു പ്രിയപ്പെട്ടതായിരിക്കും. അതൊരു ഭയങ്കര ആവേശം നിറഞ്ഞൊരു കളിയാണല്ലേ. ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തറിലാണ് ഇപ്രാവശ്യം നടക്കുന്നത്. ഫിഫ വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സൗണ്ട് ട്രാക്ക് ഫിഫ ചാനലിൽ ഇറക്കിയിട്ടുണ്ട്. ഹയ ഹയ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമായിരുന്നു. വൺ ഡേ അഗോ ആണ് സോങ് ഇറക്കിയിരിക്കുന്നത്. അപ്പം എന്തായാലും പാട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം എല്ലാവരും പറയുന്നുണ്ട് നല്ലതാണെന്ന്. അപ്പൊ ഞാനും വിചാരിച്ചു എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെറുതെ ചെക്ക് ചെയ്താൽ അതിനൊരു സുഖം ഉണ്ടാവില്ലല്ലോ. നിങ്ങളുടെ കൂടെ ചെക്ക് ചെയ്യുന്നതാണ് അതിന്റെ ഒരു രസം. എന്തായാലും നമുക്ക് പാട്ട് കാണാം. റെഡി. ഫിഫ വേൾഡ് കപ്പ് ഖത്തർ 2022 ഒഫീഷ്യൽ സൗണ്ട് ട്രാക്ക് ഹയ ഹയ. ഹായ്. ഒരു നല്ലൊരു സുഖമുണ്ട് ട്യൂണിന്. മെല്ലെ മെല്ലെ ഡെവലപ്പായി വരാണ് സോങ്. ഹായ്, നല്ലൊരു ഓളമുണ്ട്. പൊളി. ഒരു ലോ ബീറ്റ് ആണ് ശരിക്കും, കൊഴുപ്പുള്ള ഒരു ബീറ്റ്. പൊളി പൊളി. ഈ സാധനം പൊളിയാട്ടോ. സാധനം ബെറ്റർ ടുഗദർ. യെസ്, അതാണ് ശരിക്ക്. ഫുട്ബോൾ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അല്ലേ. കാരണം നമുക്ക് അതിനൊരു ശരിക്കും നമ്മൾ ഫുട്ബോൾ എന്ന് പറയുന്നൊരു വികാരമാണ്. കാരണം അതിൽ നമുക്ക് അങ്ങനെ വേറൊന്നും റിലീജിയനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല. കാരണം അതൊരു നമുക്കിപ്പം എന്താ പറയാ, ഒരു ടീമിനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ടീമിൽ എല്ലാവരും ഉണ്ടാവും അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഫുട്ബോൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ ബാനേഴ്സ് കാണാൻ പറ്റും. ബ്രസീലിൻ്റെതും അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും
അല്ലെങ്കിൽ സ്പെയിൻ്റെത്, ജർമ്മനിയുടേത്, അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. പൊതുവെ ഇങ്ങനത്തെ കുറച്ച് ടീംസ് ആണ് പൊതുവെ നമുക്ക് നാട്ടിൽ, ഫ്രാൻസ് അങ്ങനെയുള്ളത് കാണാൻ പറ്റുന്നതാണ്. എനിക്കറിയാം നാട്ടില് വലിയ വലിയ ബാനേഴ്സ് ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മളെ ഓരോ ക്ലബ്ബ് ഉണ്ടാവും. ഓരോ ക്ലബില് അവിടെ തന്നെ ചിലപ്പം 2 വിഭാഗങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ 3 വിഭാഗങ്ങൾ ഉണ്ടാവും. ഒരു രസം തന്നെയാണ് ഫുട്ബോൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അതൊരു ആവേശം തന്നെയാണ് നാട്ടില്, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയില്. അത് പിന്നെ പറയണ്ടല്ലോ. പാട്ട് എന്താ പറയാ, നല്ലൊരു ഓളം, നല്ലൊരു ഇങ്ങനെ ഓളത്തിലാണ് പോകുന്നത്. ശരിക്ക് നമ്മളെ സാമിനാമിനെയോ അല്ലെങ്കിൽ ഗിവ് മി ഫ്രീഡം എന്ന് പറഞ്ഞ സോങ് അതുപോലെ അല്ല, അതിന്റെ ഒരു സ്റ്റൈലിലല്ല ഒരു ഇതുള്ളത്. ഇതിൻ്റെത് എന്താ പറയാ, കുറച്ചും കൂടി ഒരു ലോ ബീറ്റ് ആണ്. അതായത് ഒരു നല്ല ഒഴുക്ക്. എനിക്ക് തോന്നുന്നു ചിലപ്പം ഖത്തറിന്റെ ആ ഒരു മ്യൂസിക് സെൻസിലായിരിക്കും ചിലപ്പോൾ പാട്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു ജോണർ കിട്ടണമല്ലോ, ആ ഒരു തീം പിടിച്ചിട്ടാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും അതിന്റെ ഒരു പ്രത്യേകിച്ച് ആ ഒരു ഹയ്യ 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 ആ സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതിന്റെ ഒരു അവിടെയുള്ള ഒരു മുട്ടും കാര്യങ്ങളൊക്കെ പൊളിയായിരുന്നു. വെറുതെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോങ്. കമ്പോസിങ്ങും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു ബീറ്റ് നന്നായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പേരാണ് പാടിയിരിക്കുന്നത്, 3 പേരും നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ലിറിക്കും പൊളിയാണ്. കാരണം ബെറ്റർ ടുഗദർ എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് പറയേണ്ടതന്നെയാണ്. കാരണം യുദ്ധങ്ങളും സംഭവങ്ങളൊക്കെ ഇപ്പം അടുത്താണ് സംഭവിച്ചത്. സോ അറ്റ്ലീസ്റ്റ് എല്ലാവരും ഒന്നാകുക എന്നുള്ളൊരു മെസ്സേജ് പൊളിയാണ്. ഫുട്ബോൾ എന്നതൊരു വികാരം തന്നെ ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഫാൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ആരുടെ ഫാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടീമിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കമന്റിൽ വരിക, പറയാ. ഈ വർഷം ഏത് ടീമായിരിക്കും കപ്പെടുക്കാൻ സാധ്യത, അല്ലെങ്കിൽ ആരായിരിക്കും നന്നായിട്ട് കളിക്കാൻ പോകുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ കമന്റിൽ അറിയിക്കുക. പിന്നെ അതുപോലെ നമുക്ക് പ്രത്യാശിക്കാം നമ്മുടെ ഇന്ത്യൻ ടീമും, പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഫൈനൽ വരെ എത്തിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായി ASL. പക്ഷെ എന്നാലും നമ്മുടെ ടോട്ടൽ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ യങ് ഫുട്ബോളേഴ്സ് ഉണ്ട്. സോ അവരൊക്കെ നന്നായിട്ട് കളിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് നല്ല സപ്പോർട്ടോടുകൂടി കൊടുത്ത് നമ്മളെ ഇന്ത്യൻ ടീം എപ്പോഴെങ്കിലും വേൾഡ് കപ്പിൽ എത്തട്ടെ. നമ്മുടെ ഇന്ത്യയിൽ ഓരോ സ്ട്രീറ്റിൽ കാണുന്ന ഈ ഓരോ ഫ്ലാഗ്സ്, ഡിഫറെന്റ് ഫ്ലാഗ്സ് നമുക്ക് ഒറ്റ ഫ്ലാഗ് ആക്കി മാറ്റണം. ഇന്ത്യയും എപ്പോഴെങ്കിലും കയറും എന്നുള്ളൊരു പ്രത്യാശ എനിക്കുമുണ്ട്, നിങ്ങൾക്കും ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. കാത്തിരിക്കാം അങ്ങനെയുള്ളൊരു കിടിലൻ മൊമെന്റിനായിട്ട് വേണ്ടിയിട്ട്. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ഉള്ള ടീമിനെ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു, കാണാത്തവർ പോയി കാണുക ആ പാട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു റിയാക്ഷൻ കാര്യങ്ങളൊക്കെ. പുതിയ വീഡിയോസിന്റെ സജഷൻ ഉണ്ടെങ്കിൽ പറയാം. സോ സജഷൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അടുത്ത് തന്നെ. സജഷന്റെ ഒരു പ്രത്യേക സ്റ്റൈലിൽ നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, ഓൺ സ്പോട്ട് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ. അതായത് ഓൺ ദി സ്പോട്ട് നമ്മൾ ചീറ്റ് എടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു റിയാക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അത് അടുത്ത് തന്നെ ഉണ്ടാവും, ആരും വിഷമിക്കേണ്ട. സജഷൻസ് ഒക്കെ എഴുതി വെച്ചത് നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, അത് അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. സോ അതുവരേക്കും ബൈ ബൈ.